യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുമായിട്ട് ട്രേഡ് ടോക്ക് നടത്തുന്നു. ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നു. ഈ വർഷം അവസാനത്തോടെ അത് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയും US-ഉം തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കരാറ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഉണ്ടാകുമെന്ന് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നമ്മുടെ പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ന്യൂസിലാൻഡിന്റെ ഒരു വലിയ ടീം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള വലിയ ടീം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നേരത്തെ നിർത്തിവച്ചിരുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചർച്ച പുനരാരംഭിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ധാരണ എത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലും ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള സാധ്യത വീണ്ടും തുറന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ക്രിസ്റ്റഫർ ലക്സോൺ അദ്ദേഹം ഇന്ത്യയിലേക്ക് ഡൽഹിയിൽ അദ്ദേഹം എത്തുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തെ ഔദ്യോഗികമായ ബഹുമതികളോടെ തന്നെ ഇന്ത്യ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ പീയൂഷ് ഗോയൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. പീയൂഷ് ഗോയലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടുമായിട്ട് ചർച്ചകൾ നടന്നു. ന്യൂസിലാൻഡിന്റെ ട്രേഡ് മിനിസ്റ്ററുമായിട്ടാണ് ചർച്ച നടന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് കൂടുതലും നടന്നത് എന്നാണ് സൂചന. അതായത് പരസ്പരമുള്ള ട്രേഡ് $1 ബില്യൺ പിന്നിട്ട സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു വ്യാപാര പങ്കാളിത്തവും സൗഹൃദവും രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. UK നമ്മുടെ ബ്രിട്ടനുമായിട്ട് ഇന്ത്യ സമാനമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ആസിയാൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഖത്തറുമായിട്ടും ഒമാനുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളുടെയും ഉന്നത ടീം, അതിനകത്ത് പ്രൈം മിനിസ്റ്റർ, ട്രേഡ് മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇന്ത്യയിലേക്ക് വരികയാണ്. എന്താണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നതിന്റെ കാരണം? എന്തൊക്കെയോ ലോകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലേ? അത്തരമൊരു പ്രതീതി ഉണ്ട്. ഇന്ത്യക്ക് സമാനതകളില്ലാത്തൊരു പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഓർഡർ ഇട്ടു. എത്രയും പെട്ടെന്ന് തന്നെ വാഷിംഗ്ടൺ DC കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. മോദി വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തോളൂ. കാരണം പലയിടങ്ങളിലും ടെന്റുകൾ, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു വെക്കുക, മാലിന്യം കൂട്ടിയിടുക, അതായത് വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ താൻ ഉത്തരവിട്ടു എന്ന് പറഞ്ഞത് ട്രംപാണ്. വെറുതെ പറയുന്നില്ല, അതിന്റെ വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഇതാ കാണിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ പറയും വെറുതെ തള്ളുകയാണെന്നേ, അങ്ങനെയുണ്ട് കുറെ കൂട്ടര്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എന്തുകൊണ്ടാണ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ വഴങ്ങി കൊടുക്കുന്നില്ല US-ന്റെ ഡിമാൻഡുകൾക്ക്. US പറയുന്ന എല്ലാ ഡിമാൻഡുകളും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ സ്റ്റാർലിങ്ക് തന്നെ ഒരുപാട് നിബന്ധനകൾ കൂടി വെച്ചിട്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് അനുമതി കൊടുക്കുന്നത് എന്നാണ് സൂചന. അതിൽ തന്നെ ഇന്ത്യയിൽ കൺട്രോൾ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ളവ വേണമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടത്തെ കാര്യങ്ങൾ, ഇവിടത്തെ ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് മതി, അമേരിക്ക ഇരുന്നുകൊണ്ട് വേണ്ട എന്നതടക്കമുള്ള നിബന്ധനകളുണ്ട്. ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒപ്പം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സേവനദാതാക്കളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അനുമതിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സ്റ്റാർലിങ്ക് മസ്ക് ആഗ്രഹിച്ച രീതിയിലേക്കല്ല ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ വിവിധ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈസിൽ ഒരിക്കലും സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്ത്യക്ക് ഒരു പ്രാധാന്യം കൈവരാൻ കാരണം ഇനിയുള്ള വരാൻ പോകുന്ന കുറെ വർഷങ്ങൾ അത് ഇന്ത്യയുടെ ഒരു ശക്തമായ ഒരു നേതൃത്വവും ഇന്ത്യയുടെ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ലോകം അങ്ങനെയാണ്. ഓരോ സമയത്ത് ഓരോ മേഖലയിൽ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവും. യൂറോപ്പിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു, US-ന് കാലം ഉണ്ടായിരുന്നു. പണ്ടത്തെ ചരിത്രം ഞാൻ വീണ്ടും പറയുന്നില്ല. ഒരു കാലത്ത് ഇന്ത്യയും പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ചൈനയും ഒക്കെ ലോകത്ത് മുൻനിരയിൽ നിന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ചൈന മുൻനിരയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കാലമാണ്. ഇനി അത് പതിയെ ഇന്ത്യയിലേക്കാണ് ആ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ കൂടുതൽ പവർഫുൾ ആയി കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് അവർക്ക് മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന കരാറുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ലോജിക്ക് അതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ US-ഉമായിട്ട് ഒരു ഡീൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ US കുറച്ച് കൂടുതൽ മസിൽ പിടിക്കും. കാരണം അവർ കൂടുതൽ പവർഫുൾ ആണ്. അതുപോലെ നമ്മൾ കൂടുതൽ ശക്തമായ ഒരു സമയത്താണെങ്കിൽ ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ടഫായിരിക്കും. എന്നാൽ ഇപ്പം നമ്മൾ നമ്മുടെ ആ ഒരു വളർച്ചയുടെ ആരംഭ കാലഘട്ടത്തിലാണ്, എക്കണോമിക് ഗ്രോത്തിന്റെ. ഈ സമയത്ത് ഇന്ത്യയുമായിട്ട് ഒരു 10-20 വർഷത്തേക്കൊക്കെ ഉള്ള ട്രേഡ് ഡീലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വരുന്ന രാജ്യങ്ങൾക്കും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇത്രയും ധൃതി പിടിച്ച് ഇന്ത്യയുമായിട്ട് കരാറുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. BJP ഗവൺമെന്റിന്റെ പല പദ്ധതികളെ കുറിച്ചും ഇന്ന് ലോകരാജ്യങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനിയുള്ള വർഷങ്ങളിൽ BJP ഗവൺമെന്റ് തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ചിലപ്പോൾ അധികാരത്തിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അതുമാത്രമല്ല,
ഈ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഈ രാജ്യങ്ങൾക്കും ഉണ്ടാകുമല്ലോ. അപ്പൊ ഇന്ത്യയുടെ ഫ്യൂച്ചർ പൊളിറ്റിക്കലി ഇന്ത്യ സ്റ്റേബിൾ ആയിരിക്കുമോ? തീർച്ചയായിട്ടും ആയിരിക്കും. ഇന്ത്യ പൊളിറ്റിക്കലി വളരെ സ്ട്രോങ്ങും കൂടുതൽ സ്റ്റേബിളും ആയിരിക്കും വരുന്ന കാലഘട്ടത്തിൽ. ടെക്നോളജി രംഗത്ത് ഇന്ത്യയിൽ വലിയൊരു കുതിപ്പുണ്ടാവും. ഇന്ത്യ ഇന്ന് നേരിടുന്ന കുറെ പ്രശ്നമുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പൗരന്മാർക്ക് പൗരബോധമില്ലാത്തത്, വൃത്തിയില്ലാത്തത്. സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം തീരെയില്ല, വളരെ കുറവാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറെ പോരായ്മകളുണ്ട്. പക്ഷെ ഇന്ത്യ ഇതെല്ലാം പരിഹരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റാത്തതിന്റെ കാരണം വലിയ രാജ്യം, ഭയങ്കര പോപ്പുലേഷൻ, പെട്ടെന്ന് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ട്രൈ ചെയ്യുന്നതിന്റെ ഒരു പതിയെ ഒരു മാറ്റം പ്രകടമാണ്. സ്വാഭാവികമായിട്ടും അടുത്തൊരു 10-15 വർഷം 2035 ഇന്ത്യ കുറെ കൂടി പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് മാറും. എല്ലാ മേഖലയിലും, ടെക്നോളജിയിലടക്കം സകല മേഖലകളിലും. അപ്പോൾ ഒരു മേജർ ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ഇന്ത്യ ഉയർന്നു വരുന്നു എന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ട് നല്ലൊരു റിലേഷൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ഒരു അധിനിവേശ ശക്തിയല്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് ജനാധിപത്യത്തിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു ഏകാധിപത്യ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ അവർക്ക് വലിയ പ്ലാനുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു പുതിയ മോഡൽ നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കാം. കാരണം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇനിയുള്ള കാലങ്ങളിൽ ചിലപ്പോൾ BJPക്ക് തുടർ ഭരണം കിട്ടാനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു ഗ്ലോബൽ പവർ എന്ന നിലയ്ക്ക് ഇന്ത്യ ഉയർന്നു വരുന്നത് ഉപയോഗപ്പെടുത്തുക എന്നത് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പും ന്യൂസിലാൻഡും ഒക്കെ ഒരു കാലത്ത് അവർ ഇന്ത്യയിൽ നിന്നൊന്ന് അകന്നു നിന്നു. ഇന്ത്യ അത്രയും ഈ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയില്ലാത്ത, മോശം സാഹചര്യത്തിലുള്ള ഒരു രാജ്യമായിട്ടാണ് പൊതുവെ അവർ കണ്ടത്. അത് തെറ്റൊന്നുമില്ല, സത്യമാണല്ലോ. ഇപ്പോഴും പല നമ്മുടെ നഗരങ്ങളും കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അതിനേക്കാളും വൃത്തിയുള്ള നഗരങ്ങൾ ഇന്ത്യയെക്കാൾ ദുർബലമായ രാജ്യങ്ങളിൽ പോലുമുണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിലും ഇന്ത്യ സ്വയം വളരെ ശക്തമായ ഒരു രാജ്യമാണ്. കാണാനൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും പവർഫുൾ ആണെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഒരു കാര്യം. ഒറ്റ നോട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയേക്കാൾ കുറച്ചും കൂടി ഭേദമായിട്ടുള്ള ഒരു രാജ്യമാണെന്നേ നമ്മുടെ മൊത്തം ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. പക്ഷേ ഇന്ത്യക്കാരുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആള് നടന്നു പോണ കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല, അമ്മാതിരി ആയിരിക്കും വേഷവും രൂപവും ഒക്കെ. എന്ന് വെച്ചാൽ അത്ര അങ്ങനെ മറ്റേ ഈ ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിലല്ല ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അവർ ഡിഫറൻ്റ് ആണ്. ഓരോ സ്റ്റേറ്റിൽ പോകുമ്പോഴും ആ വ്യത്യസ്തത നമുക്ക് കാണാം. ഈ അടുത്ത കുറച്ചു കാലം മുമ്പ് നമ്മളൊരു വാർത്തയിൽ കണ്ടല്ലോ. അതായത് ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹം ഒരു ഷോറൂമിൽ കയറി പോയിട്ട് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ദേഹം മൊത്തം ചെളിയൊക്കെ പുരണ്ട വസ്ത്രമൊക്കെയാണ്, കയ്യിലൊരു ചാക്കുണ്ട്. തൻ്റെ എവിടുന്നാണോ പൈസ എന്ന് ഷോറൂംകാരൻ അപമാനിച്ചുകൊണ്ട് ചോദിച്ചു. അയാളെ മുമ്പിലേക്ക് ഇയാൾ ഈ ചാക്ക് നിറയെ ഉണ്ടായിരുന്ന പൈസ തട്ടിയിട്ട് പറഞ്ഞു, ഇതാ ഇതെടുത്തിട്ട് എൻ്റെ വണ്ടി താടാ എന്ന് പറഞ്ഞ ഒരു സംഭവം നാഷണൽ മീഡിയ ഒക്കെ വന്നതാണ്. ഇന്ത്യയിൽ ദരിദ്രരില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലേക്ക് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യ പഴയ ഇന്ത്യയൊന്നും അല്ല. ഇന്ന് ഈ കേരളം മാത്രം നമുക്ക് നോക്കിയാൽ പോലും നമുക്കറിയാം എത്ര മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അതുപോലെ ഇത്രത്തോളം അല്ലെങ്കിലും ആനുപാതികമായ മാറ്റം ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ നിന്നും കൊണ്ട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ഈ ഒരു സാഹചര്യത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ നമ്മളെ നോക്കുമ്പോൾ, ഒരു 5 കൊല്ലം മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ഒരാൾ ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അയാൾക്ക് ആ മാറ്റം കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ലോകത്തിന് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാവുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്റർനാഷണൽ ലെവലിൽ യൂസ് ചെയ്യുന്ന ടേംസ് വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വളരെ വേഗത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത്, കൺസ്യൂമർ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇന്ത്യയുടെ ഡിപ്ലോമസി, മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത്, അതിൻ്റെ പൊട്ടൻഷ്യൽ, അത് അത്തരത്തിലൊരു വലിയ ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, സ്ട്രാറ്റജിക് ലൊക്കേഷൻ, ടെക്നോളജിയിലും ഇന്നോവേഷനിലുമുള്ള ഇന്ത്യയുടെ ഗ്രോത്ത്, എനർജി സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച, റിസോഴ്സസിന്റെ കാര്യത്തിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന മുന്നേറ്റം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന അലയൻസുകൾ, അതോടൊപ്പം തന്നെ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ടൈസ്, അത് വളരെ പ്രധാനമാണ്. ഇന്ത്യ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി പവർ എന്ന നിലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ലോക നിലവാരത്തിലുള്ള റോഡുകൾ, എക്സ്പ്രസ് വേകൾ, റെയിൽവേ സംവിധാനങ്ങൾ, എയർപോർട്ടുകൾ, അതോടൊപ്പം തന്നെ പുതിയ പോർട്ടുകൾ, ഇതെല്ലാം ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ളൊരു 10, 15, 20 വർഷം ഇന്ത്യ അതിവേഗത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇന്ത്യയുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ഏറ്റവും തന്ത്രപരമായ ഒരു നീക്കം എന്ന് പറയുന്നത്. പുതിയ ശക്തികൾ ഉയർന്നു വരുമ്പോൾ ഒരു മൾട്ടിപോളാർ വേൾഡിൽ അവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കും. നിലവിലെ ശക്തികളും ശ്രമിക്കും. സാധാരണ താരതമ്യേന ചെറിയ രാജ്യങ്ങളും കൂടുതൽ നല്ല സൗഹൃദം, കാരണം ഇപ്പോഴാകുമ്പോൾ അവർക്ക് നല്ല സൗഹൃദം ഉണ്ടാക്കാം കുറച്ചും കൂടി. അങ്ങനെയാണ് അവർ കണക്കൂട്ടുന്നത്. കാരണം ഒരു ഈക്വൽ റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ടേംസിലെത്താം. മറിച്ച് ഫ്യൂച്ചറിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യാൻ
ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്ന് അവർ ഭയപ്പെടുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഇന്ത്യയുമായിട്ട് ഈ ചങ്ങാത്തം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്.